ഉടമ്പടിത്തിനെ പറ്റി അറിയാമായിരുന്നു. കാരണം എൻ്റെ അമ്മ 5 വർഷമായിട്ട് ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പ്രാർത്ഥനാ ജീവിതം അധികം ആ തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയായിരുന്നു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം ഞാൻ പറയായിരുന്നു, ആരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണ്ട, എനിക്ക് മനസ്സ് തോന്നും, എൻ്റെ മനസ്സിൽ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി വന്നെടുക്കത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി വന്നാൽ പോലും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ എനിക്ക് നവംബർ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ സമയം ഞാൻ ഫൈനൽ ഇയർ എൻ്റെ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത മാസം തൊട്ട് എനിക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പഠനവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പം പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്കിതെല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റത്തില്ല, അമ്മ മാതാവ് എൻ്റെ തലയിൽ കയറാത്തത് അമ്മ മാതാവ് പഠിക്കണം എനിക്ക് വേണ്ടിയിട്ടെന്ന് ഞാൻ പറയായിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് പഠിച്ചാൽ മാത്രമേ പാസ്സാവത്തുള്ളൂ, ഇതൊക്കെ ഒരു ലക്കാണ് എന്നൊക്കെ വിചാരിച്ച് പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബാച്ചിൽ ഇപ്പോൾ 60 പേരുണ്ടെങ്കിൽ 60ാമത് പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു. അതായത് ഏറ്റവും കുറവ് മാർക്കോടുകൂടി പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് പഠിക്കാൻ എല്ലാം കൂടെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഒത്തിരി പഠിക്കാനുണ്ട്, അപ്പം അമ്മ മാതാവ് പഠിക്കണം എൻ്റെ കൂടെ ഇരുന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ ജപമാല ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലല്ലോ, കാരണം ഞാനൊരു ഹിന്ദു മതത്തിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ ഇവിടെ വന്ന് ജപമാല വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ജപമാല എൻ്റെ പഠനത്തിനോട് കൂടി ഞാൻ ജപമാല ചൊല്ലുകയും സാക്ഷ്യം കേൾക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പരീക്ഷയുടെ തലേദിവസമായി. ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും പഠിച്ചിട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത കാര്യമാണെങ്കിലും എനിക്ക് ആ രാത്രി എനിക്കതെല്ലാം എടുത്ത് നോക്കിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്ന പോലെ ഓരോ പേജ് മറിക്കും തോറും ഞാൻ ഇതൊന്നും വായിച്ചില്ലാത്ത പോലെ കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഉറങ്ങ്, നിനക്ക് നാളെ രാവിലെ എക്സാമിന് പോകുമ്പോൾ നിനക്ക് ശരിയാവും, നിനക്കൊക്കെ ഓർമ്മ വരും. പക്ഷേ എനിക്ക് അവരൊന്നും പറഞ്ഞ് എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ അപ്പോൾ പിന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസനം പത്രം എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ച് നോക്ക്, നീ പത്രം വായിക്കുക, കൃപാസനം പത്രം വായിക്കാൻ ഇങ്ങനെ മനസ്സ് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ നവംബർ മാസത്തെ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ടും അതെടുത്ത് വായിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വായിക്കുക, പത്രം എടുത്ത് വായിക്കുക. അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പേജ് മാത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ പത്രം എന്തായാലും വായിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്ക് അടച്ച് വെച്ചിട്ട് പത്രം എടുത്ത് ഞാൻ 2ാമത്തെ പേജ് തിരിക്കുകയും ഞാൻ ആദ്യം വായിച്ച സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഞാൻ അപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണോ അതായിരുന്നു ആ പത്രത്തിൽ വേറൊരു കുട്ടിയുടെ സാക്ഷിയായിട്ട് അവിടെ എഴുതിയേക്കുന്നത്. കാരണം എന്നെപ്പോലെ BSc നഴ്സിംഗ് പഠിക്കുന്ന നിമ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സാക്ഷ്യം ഞാൻ ആ സമയം അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടായിരുന്നു ആ പത്രത്തിലുണ്ടായിരുന്ന ആ സാക്ഷ്യത്തിൽ. ആ കുട്ടിയെ പരീക്ഷ എങ്ങനെയാണ്, ആ ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആ കുട്ടി എഴുതിയെന്നും മാതാവ് എങ്ങനെയാണ് അവളെ അത്ഭുതപരമായിട്ട് വിജയിപ്പിച്ചതെന്നുള്ള സാക്ഷ്യമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുവാണ്, സമാധാനമായിട്ട് ഇരിക്കുക എൻ്റെ അടുത്ത് പറയാൻ നോക്കുക എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോയി. കാശുരൂപവും അതുപോലെ തന്നെ ഞാൻ ഉപ്പ് എൻ്റെ എക്സാം ഹാളിലിട്ടു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ തൈലം കുരിശ് വരച്ച് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും എക്സാമിന് പോയത്. എല്ലാ എക്സാമും എല്ലാവർക്കും പാടായിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെഴുതി ഉത്തരവൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ ഇതൊന്നും അല്ലല്ലോ എഴുതിയേ, ഞാൻ ഇങ്ങനെ ജയിക്കുന്നേ, ഫൈനൽ ഇയർ ആണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാനിങ്ങനെ പൊതുവേ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ മാത്രം തോറ്റുപോകുമോ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വരും, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇത് ഞാനിങ്ങനെ ബുക്കിൽ എഴുതുകയും ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ധ്യാനം ഇവിടെ വന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ധ്യാനം, അച്ഛൻ്റെ ധ്യാനം 11:30 ആയപ്പോൾ ഞാൻ ഇവിടെ ധ്യാനം നടക്കുന്ന യൂട്യൂബിൽ ധ്യാനം നടക്കുന്ന സമയത്ത് വേറൊരു ധ്യാനം എടുത്ത് കണ്ട്
അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കുക എന്നെ, നീ റിസൾട്ട് നോക്ക്, നിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴൊന്നും എനിക്ക് ധ്യാനം കഴിയാതെ എനിക്ക് റിസൾട്ട് കാണണ്ട. ഞാൻ 2 മണിക്കൂറുള്ള ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇന്നേ വരെ കിട്ടാത്ത മാർക്ക് മാതാവ് എനിക്ക് തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ ബാച്ചിൽ ഏറ്റവും അവസാനം പാസ്സായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും, 1/2 മാർക്ക് പോയാൽ ഞാൻ തോറ്റു പോകും, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ, അതായത് റാങ്ക് ലിസ്റ്റിന് ആദ്യത്തെ പേജിൽ തന്നെ എൻ്റെ പേരുണ്ട് 17ാമത്. അത്രയും മാർക്ക് വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, എന്നെ പാസ്സാക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ മാതാവ് എന്നെ ഒത്തിരി മാർക്ക് തന്ന് പാസ്സാക്കി. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ദൈവത്തെ എൻ്റെ അവസരോചിതമായിട്ട് ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുമോ, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ പഠിച്ചുകൊണ്ടാണ് കിട്ടിയേ, അങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ എൻ്റെ ഭയങ്കര റൂഡായിട്ടും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിയും ചിരിയും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈശോനെ പറ്റിയും മാതാവിനെ പറ്റിയും ഇവിടുത്തെ സാക്ഷ്യങ്ങളെക്കുറിച്ചും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെയും വൈകിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും 5:30 തന്നെ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, നീ എന്ന് രാവിലെ എങ്ങനെയാണ് എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നേ? ക്രിസ്ത്യൻ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും, ഞങ്ങൾക്ക് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പോലും ഇങ്ങനെ ഫുള്ള് ബൈബിൾ വായിച്ച് തീർത്തിട്ടില്ല, നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മാതാവ് അതിനുള്ള കൃപകൾ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും